രാത്രിയുടെ നിശബ്ദത, ഇരുട്ടുമൂടിയ ശ്മശാനം. ആ ശ്മശാനത്തിൻ്റെ നടുക്കുകൂടി വസ്ത്രങ്ങളൊന്നും ധരിക്കാത്ത ഒരു യുവാവ് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അവിടുത്തെ CCTVയിൽ ഈ ഭയാനകരമായ കാഴ്ച പതിയുകയാണ്. കാരണം നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും അത്ര അർദ്ധരാത്രിയിൽ ഈ ശ്മശാനത്തിലൂടെ നടന്നു പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർദ്ധരാത്രി വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഈ മനുഷ്യൻ എന്തിനായിരിക്കും അവിടെ പോകുന്നത്? മാത്രമല്ല, ഇയാൾ അടുത്ത് വന്നിട്ട് ആ CCTV അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കഷ്ണം തുണി കൊണ്ട് മറച്ചിടുകയാണ്. പിന്നീട് എന്തായിരിക്കും അയാൾ അവിടെ ചെയ്തിട്ടുണ്ടാവുക? മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് ഇത്രത്തോളം താഴാൻ കഴിയുമോ എന്നായിരിക്കും ഒരു പക്ഷേ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. അതെ, ഇത് മധ്യപ്രദേശിൽ നടന്ന ഒരു ക്രൂരകൃത്യമാണ്. ഇതൊരു നടന്ന സംഭവമാണ്. സംഭവത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. 28 വയസ്സ് പ്രായമുള്ള ഒരു യുവതി മരണപ്പെടുന്നു. അവരുടെ കുലത്തിൻ്റെ ആചാരപ്രകാരം അവർ മൃതദേഹത്തെ ദഹിപ്പിക്കില്ല, പകരം മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ അവർ ആ ശ്മശാനത്തിൽ ചെയ്തു വെച്ചതിന് ശേഷം കുടുംബം തിരികെ തങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അവരുടെ വിശ്വാസപ്രകാരം തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് അവർക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ട് കുടുംബം അവിടെ തിരിച്ചെത്തുമ്പോൾ കണ്ട കാഴ്ച അവരുടെ തലച്ചോറിനെയും കണ്ണുകളെയും ഒരുപോലെ മരവിപ്പിക്കുന്നതായിരുന്നു. കുഴിച്ചിട്ട മൃതദേഹം ആരോ പുറത്തെടുത്തിരിക്കുന്നു. ആ മൃതദേഹത്തിൽ നോക്കിയ ബന്ധുക്കളുടെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി. കാരണം ആ മൃതദേഹം പൊതിഞ്ഞ തുണിയുടെ താഴ്ഭാഗം കീറിയ നിലയിലും കാലുകൾ അകറ്റി വെച്ച രീതിയിലും വാ തുറന്നു വെച്ച രീതിയിലുമായിരുന്നു. ഈ മൃതദേഹത്തോട് ആരായിരിക്കും ഇത്ര ക്രൂരത കാട്ടിയത്? ബന്ധുക്കൾ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് വന്ന് CCTV പരിശോധിക്കുന്ന സമയത്ത് ആ CCTVയിൽ ഈ ക്രൂരകൃത്യം ചെയ്ത ആളുടെ ഫൂട്ടേജ് ഒന്നും പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പോലീസ് ചിന്തിച്ചത് ഒരു പക്ഷേ ഈ ക്രൂരകൃത്യം ചെയ്ത വ്യക്തി മതിൽ ചാടിയായിരിക്കാം വന്നിട്ടുണ്ടാവുക. എന്നാൽ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്താൽ കൃത്യമായി ഇതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കും എന്ന് പോലീസ് പറഞ്ഞെങ്കിലും തങ്ങളുടെ ആചാരങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ അത് നിഷേധിക്കുകയാണ്. ഈ സംഭവം ആ നാട്ടിൽ വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയാണ്. കാരണം ഇത് ജാതിപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ചിലർ പറയുന്നു ഇത് പ്രേതങ്ങളുടെ പണിയാണെന്ന്, തങ്ങളുടെ ജാതിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ള ജാതിക്കാർ ആരോ ചെയ്തതാണ് എന്നുള്ള രീതിയിലുള്ള സംഘർഷപരമായ അവസ്ഥ ആ നാട്ടിൽ ഉടലെടുക്കുകയാണ്. ഇത്തരത്തിൽ ഈ സംഭവങ്ങൾ ഉടലെടുക്കുന്നതിനിടയിലാണ് പോലീസ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. ആ ശ്മശാനത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി മറ്റൊരു ശ്മശാനം കൂടി ഉണ്ടായിരുന്നു. അവിടെയും ഇതിന് സമാനമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അവിടെ നിന്നും ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ് പുറത്തെടുത്തിരിക്കുന്നത്. ആ മൃതദേഹത്തോടും ഇതുപോലെ തന്നെ ഒരു ക്രൂരകൃത്യം ഒരു ക്രൂരൻ ചെയ്തിരിക്കുകയാണ്. അതിനു പുറമെ അവിടെ നിന്നും പുറത്തെടുത്ത ആ പെൺകുട്ടിയുടെ തലമുടിയുടെ കുറേ ഭാഗം പിഴുതെടുത്ത രീതിയിലായിരുന്നു. ഇതോടുകൂടി പോലീസ് ഒരു കാര്യം തിരിച്ചറിയുകയാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു ക്രൂരനായ ഒരു സൈക്കോപാത്താണ്. തുടർന്ന് ആ പ്രദേശത്തുള്ള ശ്മശാനങ്ങളിൽ പോലീസ് കൂടുതൽ CCTV സ്ഥാപിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ CCTV സ്ഥാപിച്ച് 2025 സെപ്റ്റംബറിൽ അവിടുത്തെ ഫൂട്ടേജുകൾ പോലീസ് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവിടുത്തെ ചില CCTVകളിൽ ചില ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതായത് ഇയാൾ മുഖംമൂടിയൊക്കെ ധരിച്ചു വരുന്ന ഒരാളാണ്. ഇയാൾ CCTVന് അടുത്ത് വന്നിട്ട് ഇതൊരു തുണി കൊണ്ട് മൂടുകയാണ്. പക്ഷേ ട്വിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വേറൊരു CCTVയിൽ ഇയാളുടെ ചെറിയ രീതിയിലുള്ള ഒരു ഫൂട്ടേജ് പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, പോലീസിന് വ്യക്തമായിട്ട് വേണ്ടിയിരുന്നത് അയാളുടെ മുഖമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു തെളിവും ആ ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ട് പോലീസിന് ലഭിച്ചില്ല. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. അവരുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ അടുത്തതായിട്ട് ചിന്തിച്ചത്, ഇത്ര കൃത്യമായി ഈ സ്ഥലം മനസ്സിലാക്കി വെച്ച് രാത്രിയാണ് ഇയാൾ ഈ പാചകം ചെയ്യുന്നത്. അത് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പകൽ സമയത്തുള്ള പല CCTV ദൃശ്യങ്ങളും പോലീസ് അരിച്ചു പെറുക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ അരിച്ചു പെറുക്കുന്ന സമയത്ത് ഒരു CCTVയിൽ ചുവന്ന ഷർട്ടിട്ട ഒരു പുരുഷൻ ഈ സ്ഥലങ്ങളെല്ലാം, അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്ന സ്ഥലങ്ങളെല്ലാം പകൽ സമയത്ത് വന്ന് കൃത്യമായി പരിശോധിക്കുന്ന രീതിയിലുള്ള ഒരു ഫൂട്ടേജ് പോലീസിന് ലഭിക്കുകയാണ്. ഇങ്ങനെ ഇയാൾ പരിശോധിച്ച് പോയതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ രാത്രി വന്ന് ഈ പാചകം ചെയ്യുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് അതോടുകൂടി എത്തിച്ചേരുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്നും പിന്നീട് പോലീസ് അവൻ്റെ ഒരു ഏകദേശ രൂപരേഖ തയ്യാറാക്കുകയാണ്. ഇങ്ങനെ തയ്യാറാക്കിയ രൂപരേഖ തൊട്ടടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അവർ പാസ് ചെയ്യുന്നു. ഇങ്ങനെ പാസ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിന് അടുത്തൊരു ഇൻറ്റിമേഷൻ ലഭിക്കുകയാണ്. ഇയാൾ വെറും ഒരു പാതകി മാത്രമല്ല, ഇയാൾ ഒരു ക്രൂരനായ സൈക്കോപാത്താണ്. മാത്രമല്ല, ഇയാൾ വളരെ അപകടകാരിയായ ഒരു ക്രിമിനൽ കൂടിയാണ്. ഇയാൾക്ക് ഇപ്പോൾ പ്രായം 50 വയസ്സുണ്ട്. ഇയാളുടെ പേര്
അയ്യൂബ് ഖാൻ എന്നാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇയാൾ ജയിലിലായിരുന്നു. ഇയാൾ ജയിലിൽ പോയത് എന്തിനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളടക്കമുള്ള സകലമാന ആളുകളും ഞെട്ടിത്തരിച്ചു പോകും. ഇയാളുടെ 2 ഭാര്യമാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയതിനാണ് ഇയാൾക്ക് ശിക്ഷ ലഭിച്ചതെന്നാണ് പോലീസ് പറയപ്പെടുന്നത്. ഇയാളുടെ ആദ്യ ഭാര്യയെ അവരുടെ കൂടെ ജീവിച്ച് മടുത്തപ്പോൾ അവരെ ഒരു പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് പിന്നീട് തെളിവൊന്നും ലഭിക്കാത്തതിനാൽ ഇതൊരു ആത്മഹത്യയായി കണക്കാക്കപ്പെട്ടു എന്നും പറയുന്നു. പിന്നീട് രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അവരുമായി ജീവിതം മടുത്ത സമയത്ത് അവരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കേസിലാണ് ഇവരെ കോടതി 15 വർഷത്തേക്ക് ശിക്ഷിച്ചതെന്നും പറയപ്പെടുന്നു. പിന്നീട് രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ആ ഭാര്യയെ മടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു രാത്രി ശരീരത്തിൽ മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് ആ പാവപ്പെട്ട സ്ത്രീയെ കത്തിച്ചു കളഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ കേസ് തെളിയിക്കപ്പെട്ടു. ഈ കേസിലാണ് ഇയാളെ 15 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഒരു ഞെട്ടിക്കുന്ന സത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് 15-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ ഇയാൾ ഫസ്റ്റത്തെ ക്രൂരകൃത്യം ചെയ്യുന്നത് 17-ാം തീയതിയാണ്. അതായത് ശിക്ഷ കഴിഞ്ഞിറങ്ങി ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 17-ാം തീയതി ഇയാൾ ആ ആദ്യത്തെ മൃതദേഹത്തിനോട് ഈ ക്രൂരപാതകം ചെയ്തു. ഇവനെ എത്രയും വേഗം പിടികൂടുക എന്ന് പറയുന്നതായിരുന്നു പോലീസിന്റെ അടുത്ത ലക്ഷ്യം. പക്ഷേ അവർക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. കാരണം അന്വേഷണത്തിൽ ഇയാൾക്കൊരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആളാണ് ഇയാൾ എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി. മാത്രമല്ല ഇവർക്ക് മരിച്ച സ്ത്രീകളുടെ പ്രായം എത്രയാണെന്നുള്ളത് യാതൊരു പ്രശ്നമായിരുന്നില്ല. അതുപോലെ സ്ത്രീകളോട് മാത്രമായിരുന്നു ഇയാൾ ഈ ക്രൂരപാതകം ചെയ്തുകൊണ്ടിരുന്നത്. എത്ര പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും ഇയാൾക്ക് യാതൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇയാൾ ഏർപ്പെടുന്നത് അമാവാസി ദിവസങ്ങളിലാണ് എന്നുള്ളതും കൂടി പോലീസ് കണ്ടെത്താണ്. അതോടുകൂടി തന്നെ ഇതൊരു സാധാരണ സംഭവമല്ല, മറിച്ച് ഒരുപക്ഷെ ഇതൊരു ആഭിചാരക്രിയയുടെ ഭാഗമോ മറ്റോ ആയി ചെയ്തതാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തുടർന്ന് വന്ന അമാവാസി രാത്രികളിൽ പോലീസ് വല വിരിച്ച് കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാവുന്നു. ഒരു ദിവസം ഒരു ശ്മശാനത്തിൽ വെച്ച് രാത്രി ഇയാൾ തെളിവുകളോടെ പിടിക്കപ്പെടുകയാണ്. ആ സമയത്ത് ഇയാൾ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. അതായത് പട്ടിയുടെ ശബ്ദം, പൂച്ചയുടെ ശബ്ദം, കാക്കയുടെ ശബ്ദം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഇയാൾ പെരുമാറാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇയാളുടെ സകലമാന വേലത്തരങ്ങളും മനസ്സിലാക്കി വെച്ച പോലീസിൻ്റെ മുമ്പിൽ ഇയാളുടെ യാതൊരു വേലത്തരവും വിലപ്പോവില്ല എന്നുള്ളത് പോലീസ് ആ സമയത്ത് ഇയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്റ്റേഷനിൽ വെച്ച് ഇയാൾ ചോദ്യം ചെയ്ത സമയത്ത് ആദ്യമൊക്കെ ഇയാൾ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറിയെങ്കിലും പിന്നീട് ഇയാളുടെ യാതൊരു വേലത്തരവും ഇവിടെ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ കാര്യങ്ങൾ സമ്മതിക്കാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട പോലീസിന് സത്യത്തിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കോലത്തിലായിരുന്നില്ല. കാരണം ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിലായിരുന്നു. ഇയാൾ ജയിലിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടങ്ങളിൽ ഇയാൾ യാദൃശികമായിട്ടൊരു സന്യാസിയെ പരിചയപ്പെടുകയാണ്. ഈ സന്യാസി ഇയാൾക്ക് കൊടുത്തിരുന്ന ഒരു ഇൻഫർമേഷൻ ആണത്രേ, അമാവാസി രാത്രികളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ മുടി പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് യാദൃശികമായിട്ടുള്ള അമാനുഷികമായ ശക്തി കൈവരിക്കാൻ കഴിയും എന്ന രീതിയിൽ ഒരു റോങ് ഇൻഫർമേഷൻ ആയിരുന്നു ആ സന്യാസി എന്ന് പറയുന്ന മനുഷ്യൻ ഇയാൾക്ക് കൊടുത്തത്. ഈ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ക്രൂരമായ പാതകമെല്ലാം ചെയ്തു കൂട്ടിയത്. ഈ ക്രൂരകൃത്യത്തിൻ്റെ പേരാണ് നെക്രോഫീലിയ, അതായത് മൃതദേഹങ്ങളോടുള്ള ലൈംഗിക ആസക്തി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ ഇത്തരത്തിലുള്ള ആളുകൾ മിസ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പാഠമായി തീരുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 297 ശിക്ഷ പ്രകാരം, അതായത് മൃതദേഹത്തോടുള്ള അനാദരവ് എന്നുള്ള രീതിയിലുള്ള ചെറിയ ശിക്ഷയെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് സത്യത്തിൽ ലഭിക്കുകയുള്ളൂ. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് വളരെ കൃത്യവും വ്യക്തവുമായ വലിയ ശിക്ഷകൾ കോടതി നൽകാറുണ്ടെങ്കിലും മരിച്ച ഒരു സ്ത്രീയോട് ഈ 297 BNS പ്രകാരമുള്ള ശിക്ഷ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വിശദീകരണമാണ് പോലീസിൻ്റെയും അതുപോലെ വക്കീലന്മാരുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കോടതിക്ക് പോലും ഈ മനുഷ്യമൃഗത്തെ ക്രൂരമായി ശിക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ വെച്ച് ഇയാളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോലും എത്തിച്ചേരുകയാണ് വളരെ വേദനയോടുകൂടി. ഇത്തരം മാനസിക വൈകൃതമുള്ള ആളുകളെ തടയാൻ കൃത്യമായും ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള സംസാരം കോടതിയിൽ സർക്കാരിനോട് ഉണ്ടാവുകയാണ്. അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് ശക്തവും വ്യക്തവുമായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് വളരെ ദാരുണമായ അവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല മരിച്ചു കഴിഞ്ഞപ്പോഴും ഒരു സ്ത്രീയോട് ഇത്രയും ക്രൂരമായ പാതകം ചെയ്യാൻ കാണിച്ച അയാളുടെ മനസ്സ്, അയാൾക്ക് കൊടുക്കേണ്ടത് ഇത്ര നിസ്സാരമായ ഒരു ശിക്ഷയായിരുന്നു? ഒരിക്കലുമല്ല. അയാൾക്ക് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയോട് കാണിച്ച
അതേ ക്രൂരതയ്ക്കുള്ള ശിക്ഷ തന്നെ മരിച്ചപ്പോഴും ഈ സ്ത്രീയോട് കാണിച്ചപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും ഈ അയ്യൂബ് ഖാനെ പോലെയുള്ള ക്രൂരമൃഗങ്ങൾക്ക് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ തയ്യാറാവുക, അതല്ലെങ്കിൽ ഈ ആൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ചിന്തകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീണ്ടും അതുവരേക്കും ഗുഡ് ബൈ.